ജാസ്മിൻ്റെ അടുത്തൊരു വാക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ എന്ത് പറയും? ഞാൻ ആ പരിപാടി നിർത്തി പോകാൻ പറയും. ഫേവറേറ്റ് ഇപ്പോൾ ഉള്ളതിൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഫേവറേറ്റ് അല്ല, എനിക്ക് ഈ സീസൺ ഇഷ്ടപ്പെട്ടില്ല. I think that is the worst program I have ever seen on TV. Mohanlal should quit. Why is he still with Big Boss? ജാസ്മിൻ കപ്പടിക്കുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? അതിനോട് താല്പര്യമില്ല, ഒട്ടും താല്പര്യമില്ല. ഇപ്പൊ അഫ്സൽ വീഡിയോ ഒക്കെ ഇറക്കിയതിന് ശേഷം കൂടുതൽ ജാസ്മിൻ ഒരു ചീറ്റർ ആയതുകൊണ്ട് അങ്ങനെയാണോ? സായിന് വലിയ ഇഷ്ടമില്ല. സായിന് ഇഷ്ടമല്ല. അന്ന് സായിന് ഇഷ്ടമല്ലാണ്ടിരിക്കാൻ കാരണം അതിന്റെ മൊത്തത്തിലെ ഫിഗർ വർത്താനം ഒന്നും എനിക്ക് അത്ര വലിയ ഇഷ്ടം തോന്നുന്നില്ല. ഹലോ ഗൈസ്, നമ്മളിന്ന് മറൈൻ ഡ്രൈവിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ എവിടെ എടുത്ത് നോക്കിയാലും, ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാലും, ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാലും, വീട്ടിൽ ചെന്നാലും, കൂട്ടുകാരുടെ അടുത്ത് ചെന്നാലും, എവിടെ ചെന്നാലും ബിഗ് ബോസ് ആണ്. നമ്മൾ ബിഗ് ബോസിനെ പറ്റി പബ്ലിക്കിൻ്റെ അടുത്ത്, അതായത് ജനങ്ങളുടെ അടുത്ത് ചോദിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ആര് ജയിക്കും, ആര് ടോപ്പ് 5-ലെത്തും, എന്താണ് ബിഗ് ബോസിൻ്റെ വിശേഷങ്ങൾ നമുക്കറിയാം. കമോൺ. ബിഗ് ബോസ് കാണാറുണ്ടോ? ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാ? ജാസ്മിൻ. ആണ് ജാസ്മിൻ ഇഷ്ടപ്പെടാനുള്ള കാരണം? ജാസ്മിൻ ജെന്യുവനായിട്ട് ജെന്യുവനാണ്. ഞങ്ങളുടെ ഒരു ഏജ് ഗ്രൂപ്പ് അല്ലേ. ഏറ്റവും ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ജാസ്മിൻ ആണ്. പിന്നെ ഇഷ്ടപ്പെട്ട ഒരാൾ നോറനെ ഇഷ്ടപ്പെടാനുള്ള കാരണം? അത് സ്ത്രീകളെ മാത്രമാണ് ഇഷ്ടമുള്ളൂ, പെണ്ണുങ്ങളെ മാത്രം അങ്ങനെയല്ല. വേറൊരാളെ ഇഷ്ടമുള്ള? എനിക്ക് നോറേനെ ഇഷ്ടമാണ്. നോറയുടെ സംസാരം, പറയണ കാര്യങ്ങളൊക്കെ ഭയങ്കര കറക്റ്റാണ്. നല്ല പോയിന്റ്സ് ആണ് പറയുന്നത്. ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കണ്ടസ്റ്റന്റ്? ഇഷ്ടമില്ലാത്ത എനിക്ക് നന്ദനെ ഇഷ്ടമല്ല. ഭയങ്കര വെറുപ്പീരാന്നുള്ളൊരു ഇച്ചിരി ക്രിഞ്ചായിരുന്നു. ഭയങ്കര ക്രിഞ്ചാണ്. ഇപ്പൊ ആൾ ഔട്ടായല്ലോ. ആൾ ഔട്ടായപ്പോ ഹാപ്പി ആയോ? പ്രാർത്ഥിച്ചിരുന്നോ? അങ്ങനെയൊന്നുമില്ല, അത്ര വലിയൊന്നുമല്ല. ഇപ്പൊ അവിടെ ഉള്ള ഒരു കണ്ടസ്റ്റന്റിന് ഒരു മെസ്സേജ് കൊടുക്കാൻ, അതായത് ഇപ്പൊ നമ്മുടെ വീഡിയോക്ക് ചിലപ്പോൾ ഇറങ്ങുമ്പോൾ അവർ കാണായിരിക്കും, ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ആർക്ക് കൊടുക്കും? ജാസ്മിൻ തന്നെ കൊടുക്കാം. ജാസ്മിൻ ആണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി കുറച്ച് ക്രിഞ്ചായിട്ടുള്ള പരിപാടി ഇപ്പോഴും ഉണ്ട്. ഗബ്രി ടോക്കും അതൊക്കെ, അതൊന്നും നിർത്തി കഴിഞ്ഞാൽ പുള്ളിക്കാരി ആൾ അടിപൊളിയാണ്. ബിഗ് ബോസ് കാണാറുണ്ടോന്ന് ചോദിച്ചാൽ കണ്ടോണ്ടിരിക്കണ്ടായിരുന്നു, ഈയിടെയായിട്ട് കാണാറില്ല. അതിപ്പോ കാണാണ്ടിരിക്കാനുള്ള കാരണം? കാണാനുള്ളൊരു ഒരു ഇമ്പം നഷ്ടപ്പെട്ടു. അതെ പക്ഷേ ഗെയിമിന് നിലവാരം മോശം. അതങ്ങനെ പറയാനുള്ള കാരണം? അങ്ങനെ പറയാനുള്ള കാരണം? അതങ്ങനെ പറയാനുള്ള ഒരു റീസൺ? പരസ്പരം ഒരു റെസ്പെക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പൊ എനിക്ക് അങ്ങനെയാ തോന്നി. ഇതിന് മുന്നത്തെ മറ്റേ അഖിൽമാരാര് ആ പുള്ളിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവര് തമ്മിയാണെങ്കിലും ഭയങ്കര റെസ്പെക്ട്. റിയാസ് ഒക്കെ അതായത് നമ്മള് ഓപ്പോസിറ്റ് നിൽക്കണ ഒരാളുടെ ഇമോഷൻസ് ആണെങ്കിലും കാര്യത്തിനാണെങ്കിലും എല്ലാത്തിനും റെസ്പെക്ട് കൊടുത്തിട്ട്. അതായത് ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ 100 ദിവസം സ്ട്രൈറ്റ് ആയിട്ട് ഒരാൾ അവിടെ താമസിക്കാം. ഇപ്പൊ നേരത്തെ ഉണ്ടായിരുന്നവർക്ക് ഇപ്പോൾ ഉള്ളവരെക്കാളും കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള ആൾക്കാരാണെന്ന് വിശ്വസിക്കണ്ടോ? നേരത്തെ ഉള്ളവർക്കും ക്വാളിറ്റി ഇല്ല, ഇപ്പോൾ ഉള്ളവർക്കും ക്വാളിറ്റി ഇല്ല. നേരത്തെ ഉള്ളവർ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നേരത്തെ ക്വാളിറ്റി ഉണ്ടെന്ന് വിശ്വസിക്കും. ഇപ്പൊ ഉള്ളവർക്ക് അത്ര അങ്ങോട്ട് ഒരു ക്വാളിറ്റി ഇല്ല. അല്ലെങ്കിൽ ബിഹേവ് ചെയ്യാൻ അറിയാൻ പാടില്ല. സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ ബിഹേവ് ചെയ്യാൻ അറിയാൻ പാടില്ല. ഇപ്പൊ ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റന്റ്? എനിക്ക് പേഴ്സണലി ശ്രീധുവിനെ ക്യൂട്ട്നെസ് ആയതുകൊണ്ടാണോ, അല്ലെങ്കിൽ അർജുനെ ഇഷ്ടമായതുകൊണ്ട് എനിക്ക് ശ്രീധുവിനെ ഇഷ്ടം? ഞാൻ അങ്ങനെ കാണാറില്ല. ഞാൻ കണ്ടതിൽ എനിക്ക് പിന്നെ ഇഷ്ടപ്പെട്ട ശ്രീധുവിനെ. ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരാള്? ഇഷ്ടമല്ലാത്തത് ഗബ്രി ഇഷ്ടമല്ല. ഗബ്രി ഔട്ടായി പോയല്ലോ. ഇപ്പൊ ഉള്ളതിൽ ഇപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട് കണ്ടിട്ടില്ല. ഞാൻ കുറച്ച് മുന്നെയാണ് ഇത് കണ്ടത്. ഓക്കെ. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരാള്? അല്ല ചേച്ചില്ല, കൊച്ചിന് ഇഷ്ടപ്പെട്ട ഒരാൾ? എനിക്ക് ഒരാഴ്ച ഓരോ ആൾക്കാരായിരിക്കും ഇഷ്ടം. നേരത്തെ ബിഗ് ബോസ് സീസൺസിലൊക്കെ ആയിരുന്നെങ്കിൽ ഒരാളെ നമുക്ക് ഇഷ്ടപ്പെടായിരുന്നു. ഇപ്പം കണ്ടിട്ടാണെങ്കിൽ ഇപ്പോൾ ടീം തിരിച്ചിട്ടാണ്. വീക്ക്ലി ടാസ്ക് ഒന്നും ഇല്ല. അങ്ങനത്തെ ഒരു സീസൺ ആയതുകൊണ്ട് ഇഷ്ടപ്പെടാൻ പറ്റില്ല. ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല, കുഴപ്പമില്ല. ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അല്ല, ഇഷ്ടപ്പെട്ട ആളിപ്പോ നോക്കുവാണെങ്കിൽ ഇഷ്ടപ്പെട്ടതോ ഇഷ്ടപ്പെടാത്തോ എന്തെങ്കിലും? അർജുന വേണമെങ്കിൽ പറയാം. ഗെയിം നല്ലോണം കളിക്കുന്നുണ്ട്. അർജുന ഇഷ്ടമാണ്. അല്ല, പൊതുവെ അർജുനെ കാണാൻ കുറച്ചുകൂടി നല്ലതായത് പെമ്പിള്ളേർക്ക് എല്ലാവർക്കും അർജുന ഇഷ്ടമാണെന്നുള്ളൊരു ലുക്ക് വൈസ് അല്ലല്ലോ നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്യണത്. ഇപ്പൊ കാണാൻ നന്നായിട്ട് കയ്യിലിരിപ്പ് മോശമായിട്ടുള്ള പക്ഷെ പലർക്കും അങ്ങനെ ഉണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല നോക്കാറ്. പിന്നെ സായിയുടെ ഗെയിം ടോക്സ് ആണെങ്കിലും ഗെയിം ആണെങ്കിലും ഇംപ്രൂവ് ആയോ? അല്ല, സായിനെ സംബന്ധിച്ചിടത്തോളം സായി സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ഒരാള്, സീക്രട്ട് ഏജന്റ് ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ. സായിനെ ഇഷ്ടപ്പെടാനുള്ള ബാക്കി കാരണങ്ങൾ? എനിക്ക് പലപ്പോഴും ടോക്സ് ഇഷ്ടപ്പെടാറുണ്ട്. എന്താ ഇപ്പൊ പറയും, ഇഷ്ടപ്പെടാറുണ്ട്. എനിക്ക് ജാസ്മിൻ ജാഫറിനെ പിന്നെ ഇപ്പം കുറച്ചുകൂടി ഇഷ്ടമായിട്ട് വരുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു പെട്ടെന്നൊരു ഇഷ്ടം? ഇത്ര നാളും ഒരുപാട് പേർക്ക്
എന്താ ജാസ്മിനോട് ഒരു ഹേറ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ഹേറ്റ് ക്യാമ്പയിൻ നടക്കണ്ടായി. അതെ പുള്ളി കുറെ സഫർ ചെയ്തിട്ടുണ്ടായില്ല, അതല്ലാണ്ട് പുള്ളി ഒട്ടും ഗീവ് അപ്പ് ചെയ്യണ പോലെ എനിക്ക് തോന്നിയില്ല. അത് നല്ലൊരു ക്വാളിറ്റി, ആ ഒരു നെവർ ഗീവ് അപ്പ് എന്നുള്ള ഒരു അതെ മെന്റാലിറ്റി. അത് നല്ലൊരു ക്വാളിറ്റിയാണ്. പക്ഷേ ജാസ്മിൻ ചെയ്ത നേരത്തുള്ള ചീറ്റിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അത് ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സ്, നമ്മൾ ഇടപെടേണ്ട കാര്യമില്ലല്ലോ. ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ഷോയിനെ പറ്റി എന്താ അഭിപ്രായം? എനിക്ക് സത്യം പറഞ്ഞ ഇഷ്ടമല്ല. ഇഷ്ടമല്ല? അതെന്താ ബിഗ് ബോസ് ഇഷ്ടമല്ല? അതിനൊരു എനിക്ക് നിലവാരമില്ലാന്ന് എനിക്ക് എപ്പോഴും തോന്നുന്നു. നിലവാരമില്ലാന്നുള്ളത്, അല്ലെങ്കിൽ ഹിന്ദി ബിഗ് ബോസ് ഉണ്ട്, ഇപ്പോൾ തമിഴ് ബിഗ് ബോസ് ഉണ്ട്. മൊത്തത്തിൽ ഈ ബിഗ് ബോസ് എന്നുള്ള ഷോ തന്നെ നിലവാരമില്ലാന്നാണോ അതോ മലയാളത്തിലുള്ള ബിഗ് ബോസ് ഇതിലുള്ള എനിക്ക് തോന്നുന്നു എനിക്ക് ഈ സീസണാണെന്ന് തോന്നുന്നു. എനിക്ക് ഒട്ടും നിലവാരമില്ല. ഞാൻ കണ്ട ക്ലിപ്സിലൊക്കെ എനിക്ക് ഫീൽ ചെയ്യും. ബിഗ് ബോസ് കാണാറുണ്ടോ? കാണാറുണ്ട്. കാണാറില്ല. കാണാറില്ല, എന്നാലും അതിപ്പോ കാണാത്തെന്താ? ഇപ്പൊ സമയം കിട്ടാറില്ല. സമയം കിട്ടാന്നില്ല. അല്ലാണ്ട് എന്തൊക്കെ ഷോ അടിപൊളിയാണ്. ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ഇഷ്ടപ്പെട്ടില്ല? അന്ന് ഇഷ്ടപ്പെടാണ്ടിരിക്കാനുള്ള കാരണം ഒരു ഇതില്ല. വേറെ പ്രാവശ്യം എന്ന് വെച്ചാൽ നമുക്കൊരു എല്ലാവരും നല്ല ആൾക്കാർ, ഇപ്പൊ മൊത്തം എന്തോ ഇപ്പോൾ ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരാളെ പറയാൻ പറഞ്ഞാൽ ആരായിരിക്കും ബിഗ് ബോസിൽ? ഇല്ലാത്ത ആള് സായിന് വലിയ ഇഷ്ടമില്ല. സായിന് ഇഷ്ടമല്ല. അന്ന് സായിന് ഇഷ്ടമല്ലാണ്ടിരിക്കാൻ കാരണം അതിന്റെ മൊത്തത്തിലെ ഫിഗർ വർത്താനം ഒന്നും എനിക്ക് അത്ര വലിയ ഇഷ്ടം തോന്നുന്നു. പുള്ളി നേരത്തെ ഈ സീക്രട്ട് ഏജന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന സമയത്ത് അറിയാം, കാറിൽ നിന്ന് ഒച്ചപ്പാടുണ്ടാക്കി പോലെ. ഇപ്പൊ അവിടെ ചെന്നിട്ട് ആൾ മിണ്ടല്ല. അതെന്താ നമുക്കറിയില്ലല്ലോ. ചേച്ചിക്ക് ഇപ്പൊ ബിഗ് ബോസിലുള്ള ഒരാൾക്ക് ഒരു മെസ്സേജ്, അതിപ്പോ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റിന്റെ അടുത്ത് എന്തെങ്കിലും പറയാൻ ഒരു അവസരം കിട്ടാന്നേക്ക് എന്തായിരിക്കും ഒരു മെസ്സേജ്? ഇപ്പൊ ജിൻഡോന് ഇഷ്ടമാണ്, ആളൊരു പാവമാണ്, ഈ പറഞ്ഞ നിഷ്കളങ്കൻ. ഇപ്പൊ ചോദിച്ച സ്ഥിതിക്ക് ഇപ്പൊ അങ്ങനെ കപ്പടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ബിഗ് ബോസ് ഷോനെ പറ്റി എന്താ അഭിപ്രായം? ഇപ്പോൾ വലിയ കുഴപ്പമില്ല. നേരത്തെ ഭയങ്കര അലമ്പായിരുന്നു. ഭയങ്കര അലമ്പാനുള്ള കാരണം ജാസ്മിൻ പിന്നെ ഗബ്രി ഇവരെല്ലാവരും വന്നിട്ട് ഒരു ജായി റൊമാൻറ്റിക് ആണ്, എന്ത് ചെയ്യുന്നത് മനസ്സിലായില്ല. റൊമാൻസ് ഇഷ്ടമല്ല ബ്രോക്ക്? റൊമാൻസ് ഇഷ്ടമാണ്, ഇതൊരുമാതിരി റൊമാൻറ്റിക് അല്ല. അവരങ്ങനെ അഡ്മിറ്റ് ചെയ്യണില്ല റിലേഷൻഷിപ്പ് ആണ്, എന്നാ ഒരു റിലേഷൻഷിപ്പ് ആണ്. അങ്ങനത്തെ ഒരു ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാ? അർജുൻ. അതെന്താ അർജുൻ ഇഷ്ടപ്പെടാനുള്ള കാരണം? നൈസല്ലേ, കാണാനും കുഴപ്പമില്ല, നൈസ് ലുക്കാണ്. നൈസ് ലുക്കാണ്. പിന്നെ ക്യാരക്ടറും കുഴപ്പമില്ല, കണ്ടോടത്തോളം നൈസാണ്. ഓക്കെ. പിന്നെ ഇഷ്ടപ്പെട്ട വേറെ കണ്ടസ്റ്റന്റ്? പിന്നെ ജിൻഡോ. എങ്ങനെയുണ്ട് ആള്? കുഴപ്പമില്ല, നൈസാണ്. ജിൻഡോ കള്ളക്കരച്ചിലാണ് അങ്ങനെയൊക്കെ ഉള്ള കമന്റ്സ്? അങ്ങനത്തെ ഒരു ഇതുവരെ കണ്ടിട്ടില്ല. ജെന്റിനാണ്. ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ്? ജിൻഡോ. അത് ജിൻഡോന് ഇഷ്ടപ്പെടാനുള്ള കാരണം? ഇന്നസെന്റ് ആണ്, ജെന്യൂനായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ ജിൻഡോ കള്ളക്കരച്ചിലാന്നൊക്കെ ഉള്ളൊരു സംസാരം. ഇഷ്ടമല്ലാത്തൊരു കണ്ടസ്റ്റന്റ് ആരാ? ഇഷ്ടമില്ലാത്ത കണ്ടസ്റ്റന്റ് ഒന്നും അങ്ങനെ ഒന്നുമില്ല, എല്ലാവരും കൊള്ളാം. പക്ഷെ കൂടുതൽ ഇഷ്ടം ജിൻഡോ. ജാസ്മിൻ ഇഷ്ടമാണോ? ജാസ്മിൻ്റെതായ രീതിയിൽ കളിക്കുന്നു, ബിഹേവ് ചെയ്യുന്നു. അത് ഓരോരുത്തരുടെ ഓരോ രീതികൾ, നമ്മളെ കൊണ്ട് മാറ്റാൻ പറ്റില്ലല്ലോ. ടോപ്പ് 5 വന്നെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണ് ജിൻഡോ. അഭിഷേകിനെ പറ്റി എന്താ അഭിപ്രായം? അഭിഷേക്, സിജോ കുഴപ്പമില്ല, നല്ലൊരു പയ്യനാണ്. ഒരു കണ്ടസ്റ്റന്റിനോട്, ഇപ്പൊ ബിഗ് ബോസിലുള്ള ഒരു കണ്ടസ്റ്റന്റിനോട്, നമ്മുടെ ചാനലിൽ ഒരുപാട് ആൾക്കാർ കാണുന്നതാണ്. ഇപ്പൊ ചേച്ചി ഇപ്പൊ പറയാൻ എന്തെങ്കിലും പറയാന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കണ്ടസ്റ്റന്റിനോട് പറയാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? എനിക്ക് ജിൻഡോയോടെ പറയാനുള്ളൂ. എന്താ പറയാനുള്ളത്? അതുപോലെ നല്ല ജെന്യൂനായിട്ട് മുമ്പോട്ട് പോവാം. ചെറിയ ചെറിയ കള്ളത്തരങ്ങളാകാം, എല്ലാ മനുഷ്യരും ചെയ്യുന്നതാണ്. അത് നിലനിൽപ്പിന് വേണ്ടിയിട്ട് വലതിലോട്ട് പോകാതിരിക്കുക, ജെന്യൂനായിട്ടിരിക്കുക. ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാ? അഭിഷേകും അഭിഷേക്. എന്താ ക്രഷാണോ അഭിഷേകിന്റെ അടുത്ത്? ക്രഷ് ഒന്നുമില്ല, ഒരു ഇഷ്ടം. ഒട്ടും ഇഷ്ടമല്ലാത്ത കണ്ടസ്റ്റന്റ് ആരാ? ജാസ്മിൻ. അത് ജാസ്മിൻ ഇഷ്ടമല്ലാണ്ടിരിക്കാൻ കാരണം? ഇഷ്ടമല്ല, ഇപ്പൊ അഫ്സൽ വീഡിയോ ഒക്കെ ഇറക്കിയതിന് ശേഷം കൂടുതൽ. ജാസ്മിൻ ഒരു ചീറ്റർ ആയതുകൊണ്ടോ അങ്ങനെയാണോ? ഗെയിമറാണ്, നല്ല ഗെയിമറാണ്. പക്ഷെ അങ്ങനെയൊന്നും കുഴപ്പമില്ല, നല്ല എന്താ ഗബ്രിയായിട്ട് നല്ല ലവ് ആയിരുന്നല്ലോ. അല്ല, സ്നേഹിച്ച ചങ്ക് കുറച്ച് കൊടുക്കണേ. അത് അഫ്സൽ വീഡിയോയിൽ പറയണ്ട, കോപ്പി പേസ്റ്റ് ആണ് എല്ലായിടത്തും. ഓ, അതൊക്കെ കണ്ടു. അതുകൊണ്ട് ജാസ്മിൻ ഇഷ്ടമല്ല. ജാസ്മിൻ കപ്പടിക്കണതിനെ പറ്റി എന്താ അഭിപ്രായം? അതിനോട് താല്പര്യമില്ല, ഒട്ടും താല്പര്യമില്ല. അഭിഷേക് കപ്പടിക്കണമെന്ന് പറയാൻ കാരണം എന്താ റീസൺ? ഒറ്റയ്ക്ക് തന്നെയല്ലേ ഓക്കെ. കളിക്കുന്നത്. ഈ എല്ലാവരുടെയും പാരൻസ് ഒക്കെ വന്ന എപ്പിസോഡിൽ അഭിഷേകിന്റെ വീട്ടിൽ നിന്ന് മാത്രം ആരും വന്നില്ല, കണ്ടപ്പോൾ വിഷമം തോന്നിയായിരുന്നു? ആ എപ്പിസോഡ് ഞാൻ കണ്ടില്ല. ഓക്കെ. ജിൻഡോന് ഇഷ്ടമാണോ? ജിൻഡോന് ഇഷ്ടമാണ്, കുഴപ്പമില്ല. പക്ഷെ ആള് കുറച്ച് കള്ളനാണെന്നാലും. ഫേക്കാണ് ജിൻഡോ. കുറച്ച് കള്ളത്തില്ല, അത് പുള്ളി സ്വന്തമായിട്ട് കളിക്കാനുള്ള ഒരു ഗെയിമറാണ്. ബിഗ് ബോസ് കാണാറുണ്ടോ? ആരെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാ? ജാസ്മിനാ. ജാസ്മിൻ ഇഷ്ടം? എന്താ ജാസ്മിൻ ഇഷ്ടപ്പെടാനുള്ള കാരണം? ക്യാരക്ടർ ഹരമുണ്ട്, ഓപ്പൺ ആയിട്ട് സംസാരിക്കും. അല്ല, മൊത്തത്തിൽ കുറെ പേർക്ക് ജാസ്മിൻ ഇഷ്ടമല്ലല്ലോ. എനിക്ക് ഇഷ്ടാവില്ല. ജാസ്മിന് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമല്ലാത്ത ഒരാളാരാ? ജിൻഡോന് ഇഷ്ടമല്ല. അന്ന് ജാസ്മിനെ ഒരു എതിരാളിയായിട്ട് ജിൻഡോ നിൽക്കണോണ്ടാണോ? അതുകൊണ്ട് ജിൻഡോന് ഇഷ്ടമല്ല? ഇല്ല, ഒരു എല്ലാവരുമായിട്ട് കച്ചറ. ജാസ്മിൻ അപ്പൊ ആരായിട്ട് കച്ചറ ഉണ്ടാക്കാറില്ല, പക്ഷേ ഓപ്പൺ ആയിട്ട് അവള് പറയുന്നുണ്ട്. ജാസ്മിൻ കപ്പടിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, ശരി. ചേച്ചി ബിഗ് ബോസ് കാണാറുണ്ടോ? കാണാറുണ്ട്. ആരാ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാ? ഇപ്പൊ കറന്റ്ലി എനിക്കിപ്പോ ഇഷ്ടമുള്ളത് ശ്രീതു അർജുൻ. ശ്രീതു അർജുൻ. എന്താ ഒരു കോംബോ ആയിട്ടാണ് ഇഷ്ടപ്പെടാൻ കാരണം? കോംബോ ഒന്നും
അല്ല ഒരു എന്താ പറയുക, ഇപ്പോൾ ഈ ജാസ്മിനും ഗബ്രിയൊക്കെ ചെയ്ത പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും യൂസ് ചെയ്യാത്ത രീതിയിലുള്ളൊരു കോംബോ ആണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ എനിക്ക് അത് നന്നായിട്ട് ജാസ്മിൻ ഇഷ്ടമല്ല? ജാസ്മിൻ ഇഷ്ടമില്ലായിരിക്കുന്നില്ല, ഇപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഗെയിമിംഗ് ഉണ്ട്. പണ്ടെന്തായിരുന്നു കുഴപ്പം ജാസ്മിന്? പണ്ടെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഗബ്രിയുടെ ഒരു നിഴലായിട്ട് നടക്കുന്ന പോലെ ഇപ്പോൾ ഇപ്പൊ പറയുന്ന ആ ഒരു ഷെല്ലിന്ന് പുറത്തു വന്ന് ആൾ അടിപൊളിയായി. ടോപ്പ് 5 ആയിരിക്കും ചേച്ചിയുടെ ഒരു അഭിപ്രായത്തിൽ? ടോപ്പ് 5 ജാസ്മിൻ ഉണ്ടാവും, ജിൻഡോ, അർജുൻ, അഭിഷേക് ഓൾറെഡി എന്തായാലും കയറി. അഭിഷേക് എങ്ങനെ ഡിസർവിംഗ് ആയിട്ടുള്ള ഒരാളാണോ അതോ? അഭിഷേക് കളിച്ചത് വെച്ച് നോക്കുമ്പോൾ ഡിസർവിങ് ആണ്, പക്ഷെ ആളുടെ ലെവൽ ഓഫ് തിങ്കിങ് വെച്ച് അങ്ങനെ പറയാനുള്ള റീസൺ ലൈക്ക് ആ ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റീനെ കുറച്ച് പറഞ്ഞ രീതിയിലാണല്ലോ ആൾ തുടങ്ങിയത്. പിന്നെ പിന്നെ ആൾ മാറ്റി മാറ്റി കൊണ്ടുവരുന്നുണ്ട്, പിന്നെ കുഴപ്പമില്ല. ജിൻഡോ ഫേക്ക് ആണോ അതോ റിയൽ ആയിട്ടുള്ളത്? ഫേക്ക് ഒന്നുമില്ല. ആൾ പറയുന്ന കാര്യങ്ങളൊക്കെ പൊട്ടത്തരാണ്, പക്ഷെ ചിലപ്പോൾ നല്ല കാര്യങ്ങൾ പറയും, ചിലപ്പോൾ പൊട്ടത്തരങ്ങൾ പറയും. ജെന്യൂൻ ആണ്. ഓക്കെ ഓക്കെ. എങ്ങനെയാ ബിഗ് ബോസ് കാണാറുണ്ടോ? എന്താ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാ ഇപ്പൊ കറന്റ് ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്നതെന്ന് വെച്ചാൽ അർജുൻ എന്താ ഒരു കോംബോ കാരണമാണോ ഇഷ്ടം അതോ? അല്ല, കോംബോ അല്ല, രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് അവർക്കൊരു ഐഡന്റിറ്റി ഉണ്ട് അതിനകത്ത്. അപ്പൊ അങ്ങനെ ഫീൽ ചെയ്തോണ്ട് അർജുൻ. ഓക്കെ. എന്താ ആരായിരിക്കും ബിഗ് ബോസിന്റെ വിന്നർ ആവാൻ കുറച്ചുകൂടി സാധ്യതയുള്ള ആരായിരിക്കും? വിന്നർ അതിപ്പോ ഓരോ പ്രേക്ഷകരുടെ എന്നാലും ടോപ്പ് 5 ആരായിരിക്കും? ടോപ്പ് 5 ഇപ്പോൾ ജിൻഡോ ജാസ്മിനൊക്കെ എന്തായാലും ഉണ്ടാവും, അവർക്കൊരു പ്രത്യേക ഫാൻ ബേസ് ഉള്ളതുകൊണ്ട്. പിന്നെ അർജുൻ വരാം, പിന്നെ ശ്രീതുയുടെ കാര്യവും ഋഷിയുടെ കാര്യവും. ഇഷ്ടമല്ലാത്ത ഒരാളായുള്ളത് ഇപ്പോൾ ഉള്ളതിൽ ഒട്ടും ഇഷ്ടമല്ലാത്ത കണ്ടിട്ട് കാണാൻ പാടില്ല. ഇഷ്ടമല്ലാത്ത ആരുമില്ലേ ഇപ്പോൾ കറന്റ് നിൽക്കുന്നതിൽ? ഇഷ്ടമല്ലാത്ത ആരും നേരത്തെ ഇഷ്ടമല്ലാത്ത ഒരാളുണ്ടായിരുന്നു. ആരായിരുന്നു നേരത്തെ ഇഷ്ടമല്ലാന്ന് വെച്ചാൽ ഇപ്പോൾ നേരത്തെ പോയ ജാൻമോണി അവരെ ഒന്നും ഇഷ്ടമല്ല. ഇപ്പോൾ ഉള്ളവരൊക്കെ ഇഷ്ടമാണ്. ആര് കപ്പടിച്ചാലും കുഴപ്പമില്ല. ഓക്കെ. ഇപ്പോൾ ബിഗ് ബോസിന്റെ അകത്തുള്ള ആരോടെങ്കിലും ഒരാളോട് എന്തെങ്കിലും പറയാൻ പറ്റുകയാണെങ്കിൽ ഒരാളോട് അതെന്ത് പറയും? ഒരാളോടൊന്നല്ല, എല്ലാവരായിട്ടും ജസ്റ്റ് കോമൺ ആയിട്ട് പറയാന്ന് വെച്ചാൽ അവരുടെ മാക്സിമം ഇപ്പോൾ ലാസ്റ്റ് ഡേയ്സ് ആണല്ലോ, അപ്പോൾ എഫേർട്ട് ഇട്ട് കളിക്കാന്ന് പറയും. ആരാ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാ? ഇല്ല അങ്ങനെയൊന്നുമില്ല. ഞാൻ അങ്ങനെ ഇഷ്ടമല്ലാത്ത ആരിലുണ്ടോ? ഞാൻ കാണത്തില്ല കേട്ടോ. ഇപ്പൊ കാണാറേ? അപ്പൊ നേരത്തെ കാണുമല്ലോ അവരുടെ. എന്നാലും ഈ റീലൊക്കെ കാണാറില്ലേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ? മറ്റേ റോക്കിയാ അസീർ റോക്കിന് ഇഷ്ടം. ജാസ്മിൻ ഇഷ്ടമാണോ? ഇഷ്ടമാ, കുഴപ്പമില്ല. എങ്ങനെയുണ്ട് ബ്രോയുടെ കൺസെപ്റ്റ് ഉള്ള ഒരു പെൺകുച്ചിനെ പോലെയാണോ ജാസ്മിൻ? അല്ല, അതെന്താ അങ്ങനെയല്ല? അത് ഇച്ചിരി മോഡലായിട്ടൊക്കെ ജാസ്മിൻ മോഡൽ കുറവാണെന്നാണോ? അല്ല, എന്നാലും മോഡലുണ്ട്. ഓക്കെ ഓക്കെ. I don't have a TV at the moment. I don't have a TV. Okay. I don't have a TV and I don't watch. എനിക്ക് ഇടയ്ക്ക് മാത്രമേ ഞാൻ TV ഇതിങ്ങനെ കാണുന്നുണ്ട്. Okay. And I think that is the worst program I have ever seen on TV. Why do you think like that? Because it is just it is complete obscene. Obscene like for the way they move, the way they talk. അവർ കളിക്കുന്നത് കളിയും അവരുടെ പായാരവും അവരുടെ ഇതും പെണ്ണുങ്ങളുടെയും ആളുകളുടെയും ഒക്കെ ഇറ്റ് ഈസ് ഓൾ. പക്ഷേ ഈ ലോകം മാറിക്കൊണ്ടിരിക്കില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ പുറത്ത് നടക്കുന്ന പുറത്ത് നടക്കുന്ന എന്ത് കാര്യവും എങ്ങനെയാണെങ്കിലും ദിസ് ഇസ് ദ ലിമിറ്റ്. ആൻഡ് ഐ തിങ്ക് പിന്നെ മോഹൻലാൽ ഷുഡ് ക്വിറ്റ്. വൈ ഈസ് ഹി സ്റ്റിൽ വിത്ത് ബിഗ് ബോസ്? മോഹൻലാൽ ചെയ്യുന്നത് മോശമാണെന്നാണ് ചേട്ടൻ. ഹി ഈസ് ഗെറ്റിംഗ് പെയ്ഡ്, റൈറ്റ്? ഹി ഈസ് ഗെറ്റിംഗ് പെയ്ഡ്. സോ വൈ ഈ ഒരു മോറൽ സാധനം എന്ന് പറഞ്ഞ ഒരു ആക്ടർക്ക് ഇല്ലേ? കിരീടത്തിൽ വലിയ ആളെ പോലെ കളിച്ച ഒരാൾക്ക് വൈ കാണ്ട് ഹി ജസ്റ്റ് ക്വിറ്റ്? ദാറ്റ് ഈസ് വാട്ട് ഐ ഫീൽ. ഈ ഒരു ഷോ കൊണ്ട് ഈ ഒരു സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന ഇമ്പാക്റ്റിനെ പറ്റി വാട്ട് ഡു യു തിങ്ക്? ഐ തിങ്ക് ദ പീപ്പിൾ ആർ വെരി ഫൂളിഷ് ആൻഡ് പീപ്പിൾ ആർ സ്റ്റുപ്പിഡ്. കുറേ ആൾക്കാർ ഇതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് ഒബ്സസ്ഡ് ആണ്. കുറേ ആൾക്കാർ അത് ഭയങ്കര എന്താ മലയാളീസ് ഡു. മലയാളീസിന് അങ്ങനെ ഉണ്ട്, അങ്ങനത്തെ ഒരു കുഴപ്പമുള്ള ഒരു ബാക്കിയുള്ളവരുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന അങ്ങനത്തെ ഒരു സാധനങ്ങളും ഈ മലയാളികൾക്കും ഉണ്ട്. ദാറ്റ് ഇസ് വാട്ട് ഐ ഫീൽ അബൌട്ട് ദാറ്റ്. ആരെ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാ? അർജുൻ ഇഷ്ടപ്പെടാനുള്ള കാരണം ഗെയിം പ്ലേ കൊള്ളാം. അർജുൻ കുറച്ച് ഫേക്ക് ആയിട്ടുള്ള ഒരാളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തോന്നിയിട്ടില്ല? പറയാനായിട്ട് അങ്ങനെ കാണാനൊന്നുമില്ല. ഞാൻ അല്ലാതെ റീൽസിലൊക്കെ വരാൻ. ഓക്കെ. ജാസ്മിൻ ഇഷ്ടമാണോ? ജാസ്മിൻ കുഴപ്പമില്ല. ജിൻഡോ ഒക്കെയാണ്. ഞാൻ ഈ റീൽസിലുള്ള കപ്പടിക്കണം എന്ന് ആഗ്രഹമുള്ള ആരുള്ളത്? ജിൻഡോ കപ്പടിച്ചാൽ കൊള്ളാം. ജിൻഡോ കപ്പടിച്ചാൽ കൊള്ളാന്ന് പറയാൻ കോമഡിയാണ്. പിന്നെ ഗെയിം പ്ലെയർ കോമഡിയാണല്ലോ, അതുകൊണ്ട് സെറ്റാണ്. ജാസ്മിൻ കപ്പടിച്ചാലാ? ശരിയാവില്ല. ജാസ്മിൻ ഇഷ്ടമല്ല? അതെന്താ ഒരു റീസൺ? ആളുടെ ഗെയിം എനിക്ക് ഇഷ്ടമല്ല. ആളുടെ ഗെയിം ഇഷ്ടം. അപ്പോൾ ഫേവറേറ്റ് ഇപ്പോൾ ഉള്ളതിൽ ഫേവറേറ്റ് അല്ല. എനിക്ക് സീസൺ ഇഷ്ടപ്പെട്ടില്ല. കഴിഞ്ഞ സീസൺ ആയിരുന്നെങ്കിലോ? കഴിഞ്ഞ സീസൺ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ അധികം. അപ്പോൾ പിന്നെ ഏത് സീസണാണ് കണ്ടിട്ടുള്ളത്? ഏതായിരുന്നു അതിന് മുമ്പത്തതിൽ?
ഡോക്ടറിന്റെ സീസണൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഡോക്ടർ റോബിൻ ഫാനാണോ? ഫാനൊന്നുമല്ല, പക്ഷെ പുള്ളിയുടെ ഗെയിമിങ് അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് പുള്ളിനെ പുറത്താക്കി അങ്ങനെ. ഓക്കെ, അതൊരു അനീതിയാണെന്ന് തോന്നുന്നുണ്ടോ? അനീതിയൊന്നുമല്ല, പുള്ളി അവിടെ ഫെയർ ഗെയിം അല്ല കളിച്ചത്. പുള്ളി അവിടെ എന്താ ഫിസിക്കലായിട്ട് അസോൾട്ട് ചെയ്തപ്പോഴത്തേക്ക് പുള്ളിനെ പുറത്താക്കി. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ സീസൺ കാണാറില്ല? കാണാറില്ല, റീൽസ് അങ്ങനെയുള്ള വരുന്ന ഷോർട്സ് മാത്രമേ കാണുന്നു. കുറച്ചുകൂടി ഈ ഒരു ഷോയുടെ ക്വാളിറ്റി കൂടണമെന്ന് ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും കുറച്ചുകൂടി നല്ല കണ്ടസ്റ്റൻസ് കണ്ടസ്റ്റൻസ് മാത്രമല്ല അതിനകത്ത് അവരുടെ അത് ഈ പബ്ലിക്കിലേക്ക് കൊടുക്കുന്ന വാല്യൂ അല്ലെങ്കിൽ മോറലിനെ പറ്റി ഭയങ്കര ബോർ. അവരുടെ സംസാര രീതികളാണെങ്കിലും അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതികളൊന്നും അവർ കാണിക്കുന്ന ചേഷ്ടകളൊന്നും ഭയങ്കര ഓവറായിട്ട് തോന്നി. ഇപ്പോൾ ജാസ്മിൻ്റെയും ഗബ്രിയുടെ ആണെങ്കിലും ഗബ്രി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ജാസ്മിൻ നല്ലൊരു പ്ലെയർ ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ അതുപോലെ കഴിഞ്ഞ സീസണിൽ ഇപ്പോൾ പേളി ശ്രീനിഷിൻ്റെ കണ്ടിട്ടാണ് പിന്നീട് ഇങ്ങോട്ട്. ഓക്കെ ഓക്കെ. ഈ അർജുൻ ശ്രീതു കോമ്പോനെ പറ്റിയൊക്കെ എന്താ പറയാനുള്ളത്? ഗെയിം പ്ലാൻ ആണ്, അതല്ലാതെ അവരുടെ ഈ ശ്രീതു ക്യൂട്ട്നെസ്. ശ്രീതുവിനെ ആക്ച്വലി ശ്രീതുവിനെ എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് ആളെ. ഞാനൊരു വർക്ക് ചെയ്തിട്ടുണ്ട് ഏഷ്യാനെറ്റിന് വേണ്ടിയിട്ട്. അങ്ങനെ എനിക്ക് ശ്രീതുവിനെ പേഴ്സണലി ഇഷ്ടമാണ്. അതുകൊണ്ട് ഗെയിമും ആൾ അത്യാവശ്യം ഡീസൻ്റ് ആണ്. ആൾ അതിനകത്തുള്ളതിൽ വെച്ചിട്ട് ആൾ ഭയങ്കര. അർജുന ശ്രീതുവിടെ ഫാമിലിക്ക് ഇഷ്ടപ്പെടാണ്ടിരുന്നതിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? അതിപ്പോൾ ഞാനെന്ത് പറയാൻ, അതവരുടെ ഫാമിലി. ഇപ്പം അർജുൻ്റെ ഫാമിലിക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ശ്രീതുവിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്കെന്തേ പറ്റും? അതിൽ എനിക്ക് അഭിപ്രായമൊന്നുമില്ല, അത് അവരുടെ പേഴ്സണൽ ഇഷ്യൂ. ഓക്കെ, താങ്ക് യു. ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് സിജോ. അതിന് സിജോനെ ഇഷ്ടപ്പെടാൻ കാരണം? ആദ്യം പോലെ റിവ്യൂ കണ്ട അങ്ങനെ ഇഷ്ടപ്പെട്ടു. ഒട്ടും ഇഷ്ടമില്ലാത്ത കണ്ടസ്റ്റന്റ് ആരാ? അങ്ങനെ ആരുമില്ല. കപ്പടിക്കണമെന്ന് ആഗ്രഹമുള്ള സിജു തന്നെയാണ്. ജിൻഡോനെ പറ്റി എന്താ അഭിപ്രായം? ജിൻഡോ അടിപൊളിയാണ്. ജാസ്മിനോ? താല്പര്യമില്ല. ജാസ്മിനോ താല്പര്യമില്ലാതെ കാരണം ഏത് ആ ഒരു ബന്ധം താല്പര്യമില്ല. ആ മോശമായി പോയി. ബ്രോക്ക് ഇഷ്ടപ്പെട്ട ആളാരാ? ഞാനിത് അങ്ങനെ കാണലില്ല, പക്ഷേ ആ യൂട്യൂബിലൊക്കെ അതിൻ്റെ വീഡിയോ ഇതൊക്കെ വരുന്നത് കാണില്ല. ആരിഷ്ടം? എനിക്ക് ജിൻഡോനെ ഇഷ്ടം. ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരാൾ? എനിക്ക് ജാസ്മിനെ ഇഷ്ടമല്ല. ആ അല്ലാണ്ടിരിക്കാനുള്ള കാരണം? ഓളെ സ്വഭാവം ശരിയല്ല, മോശമാണ്. മോശമാണ് ചോദിച്ചാൽ മറ്റൊരു ചെക്കുണ്ടല്ലോ, ഒരു പേരെത്താ ഗബ്രി ഓനായിട്ട് അങ്ങനെ ഒരു ഇതാണ്. അത് ചെയ്ത് മോശമായി പോയി. മോശം തന്നെയല്ല, അത്രയും ആൾക്കാർ കാണുന്ന പരിപാടിയല്ലേ. നമ്മുടെ ഈ സമൂഹത്തിലേക്ക് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് മോശമാണ്. ഓക്കെ ഓക്കെ. ഇത് കപ്പടിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാള്? എനിക്ക് ജിൻഡോ. ഒരു പക്ഷേ ജാസ്മിൻ കപ്പടിച്ചാലോ? ജാസ്മിൻ കപ്പടിച്ച അടിക്കൂല, അച്ചു തോന്നുന്നില്ല അടിക്കുമെന്ന് തോന്നുന്നില്ല. ഇല്ല. ജാസ്മിൻ്റെ അടുത്തൊരു വാക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ എന്ത് പറയും? ഞാൻ ആ പരിപാടി നിർത്തി പോകാൻ പറയും. ഓക്കെ. ചേട്ടന് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാ? ജാസ്മിൻ അല്ലേ? നല്ല കണ്ടസ്റ്റന്റ് ജാസ്മിൻ. ജാസ്മിൻ നല്ലതെന്ന് പറയാനുള്ള കാരണം? കുഴപ്പമില്ല, വലിയൊരു അലമ്പൊന്നും ഇല്ലാതെ എല്ലാവരും ഒരേപോലെയൊക്കെ തന്നെ അല്ലേ, എല്ലാവർക്കും സപ്പോർട്ടുണ്ട്. ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കണ്ടസ്റ്റന്റ് ആരാ? അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഇഷ്ടമല്ല, എല്ലാവരും മത്സരിക്കാൻ വേണ്ടി വന്നല്ലേ. കപ്പടിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആരും? ജാസ്മിൻ കപ്പടിക്കണം. ജാസ്മിൻ ഫേക്കാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ എന്താ പറയും? ചോദിച്ചു കഴിഞ്ഞാൽ അത് മോശമാവും. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ മറൈൻ ഡ്രൈവിൽ നിന്നിട്ട് ബിഗ് ബോസ് ഷോനെ പറ്റി ആൾക്കാർക്കുള്ള അഭിപ്രായങ്ങൾ കേട്ടു. ഈ ഒരു ഷോ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസ് അത് ചെറുതല്ല. ഈ ഒരു ഷോ ഭയങ്കര ഡീപ്പായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്, ഇത് കാണാത്ത ആൾക്കാരുണ്ട്, കണ്ടസ്റ്റൻസിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ഷോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, പല ടൈപ്പ് ഓഫ് കാറ്റഗറി ആൾക്കാരുണ്ട്. അപ്പോൾ എന്തായാലും ഫൈനൽസൊക്കെ വരാൻ പോവാണ്. എല്ലാ കണ്ടസ്റ്റൻസിനും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ സന്ധിക്കും വരയ്ക്കും വണക്കം. ബൈ ബൈ.